ഒരു രാജകൊട്ടാരത്തിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുകയായിരുന്നു. വിഷയം മറ്റൊന്നുമല്ല, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മുടെ സുരക്ഷയാണോ കരുതുക, മറ്റുള്ളവരുടെ സുരക്ഷയാണോ എന്ന് ചോദിച്ചു. സദസ് ഒന്നടങ്കം പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ സുരക്ഷയാണ് നോക്കുക, അവരെ സംരക്ഷിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടതെന്ന്. മന്ത്രി മാത്രം പറഞ്ഞു, ഏയ്, അവനവൻ്റെ സുരക്ഷയായിരിക്കും ആദ്യം നോക്കുക എന്ന്. രാജാവിനും ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, നാളിത് തെളിയിക്കാനായില്ലെങ്കിൽ നിന്നെ തൂക്കിലേറ്റും. അദ്ദേഹം കുറച്ചേറെ കാര്യങ്ങൾ എഴുതി കൊടുത്തു, രാജാവിന് പിറ്റേ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതെല്ലാം രാജാവ് പിറ്റേ ദിവസം എല്ലാം റെഡിയാക്കി നിർത്തി. ചെയ്തത് ഇത്ര മാത്രമാണ്: അവിടെ വലിയൊരു കുളം കുഴിച്ചു, അത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം നിറച്ചു, അതിലേക്ക് ഒരു കുരങ്ങിനെ ഇറക്കി നിർത്തി, അതിൻ്റെ കുഞ്ഞിനെയും. അങ്ങനെ മെല്ലെ വെള്ളം നിറച്ചു തുടങ്ങി. വെള്ളം ഇങ്ങനെ ഉയർന്നുയർന്നു വന്നപ്പോഴത്തേക്ക് വലിയ കുരങ്ങ് അതിൻ്റെ കൊച്ചു കുഞ്ഞിനെ എടുത്ത് അരയിൽ വെച്ചു. ഹർഷാരവങ്ങൾ മുഴങ്ങി, കാരണം അവർ പറഞ്ഞതെല്ലാം ശരിയായില്ലേ. വീണ്ടും വെള്ളം ഉയർന്നു, പെടലിയുടെ ഭാഗം വരെ ഉയർന്നു. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് മുകളിലിരുത്തിയപ്പോഴും ആരവം തുടർന്നു. വീണ്ടും അതിൻ്റെ മൂക്കുമുട്ടെ വെള്ളം വന്നപ്പോൾ, ശ്വാസം മുട്ടി തുടങ്ങിയപ്പോൾ കുഞ്ഞിനെ എടുത്ത് തലയിലിരുത്തി. പണ്ഡിത സദസ്സ് ഒന്നടങ്കം ആർത്ത് ചിരിച്ചു, കാരണം മന്ത്രിയുടെ തല പോകുന്നത് ഇപ്പോൾ കാണാം. അങ്ങനെ മേളിൽ വന്നു, കുഞ്ഞിരുന്നു. അപ്പോൾ നോക്ക്, അവർക്ക് എത്രമാത്രം ശ്വാസം മുട്ടിയിട്ടോ ആ കുരങ്ങ് അതിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പോവാണ്. അവസാനം തലവരെ മൂടി അതിന് ശ്വാസം മുട്ടിയപ്പോൾ ഈ കുട്ടി കുരങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഈ വലിയ കുരങ്ങ് നീന്തി രക്ഷപ്പെട്ടു എന്നാണ് കഥ. അവിടെയാണ് ഇതിൻ്റെ പ്രധാനം. കാരണം നമ്മൾ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും അപകടം വരുന്ന സമയത്ത് ഇതുപോലെ നമ്മളെ കുളത്തിലെറിഞ്ഞുപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരിക്കും ചെയ്യുക. ഇതൊരു വലിയ പാഠമല്ല ഇന്നും. നാളെ കാലം എത്ര മാറിയാലും ഇതിന് മാറ്റമുണ്ടാവുമോ? അറിയില്ലല്ലേ, നോക്കാം.